IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിനിടെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലും പുറത്തു വന്നിരിക്കുന്നത്. ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്നാണ് പ്രതി കൂടുതലും തുറന്നു പറയുന്നത്. ബലാത്സംഗ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണ് ശരിക്കും ഈ മൊഴി. യുവതിയുമായി പലപ്പോഴായി പിണങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് വീണ്ടും സൗഹൃദത്തിലാകുമെന്നും സുഗാന്ത് മൊഴി നൽകുകയുണ്ടായി. യുവതി ആത്മഹത്യ ചെയ്ത ദിവസവും ഇരുവരും വഴക്കിട്ടിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ലെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. സുഗാന്തുമായി തിരുവനന്തപുരം പേട്ട പോലീസ് കൊച്ചിയിലും എത്തി. നെടുമ്പാശ്ശേരിയിലെ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതി സുഗാന്ത് സുരേഷിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു വിട്ടിരുന്നത്. മാത്രമല്ല ഇയാളുടെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തി. മാർച്ച് 24-നായിരുന്നു തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷ് ആണെന്നും ഇയാൾ മകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നെന്നും ആരോപിച്ച് കുടുംബവും രംഗത്ത് വരികയുണ്ടായി. പോലീസ് അന്വേഷണം തുടങ്ങിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അതിനുശേഷം കഴിഞ്ഞ മാസം അവസാനം കീഴടങ്ങുകയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡും ചെയ്തു. സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. പിന്നീട് അന്വേഷണം ആരംഭിച്ചതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോവുകയും ചെയ്തു. കൂടാതെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകിയിരുന്നു. അതിനുശേഷം സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകളുണ്ടെന്നും പുറത്തുവരുന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. സുഗാന്തിനോട് കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന് തടസ്സമാകുമെന്നും കോടതി നിരീക്ഷിക്കുകയാണ്. തുടർന്ന് സുഗാന്ത് കീഴടങ്ങി. കൊച്ചി DCP ഓഫീസിലായിരുന്നു ഇയാൾ കീഴടങ്ങിയിരുന്നത്. അതേസമയം മുമ്പ് ഫോണിൽ നിന്ന് ഇരുവരുടെ ടെലിഗ്രാം ചാറ്റുകൾ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായി. ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റ് പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തെന്നും തെളിഞ്ഞിരുന്നു. മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്ത് തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റുകളും പുറത്തു വരികയുണ്ടായി. ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നതടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുഗാന്ത്. കേസിനെ തുടർന്ന് ഇയാളെ IBയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥയുടെ കുടുംബം തന്നെ വന്നിരുന്നത്. യുവതിയെ സുഗാന്ത് സാമ്പത്തികമായും അതുപോലെ ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച സുഗാന്ത് യുവതിയെ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭചിത്രം നടത്തിയിരുന്നത്. ഇത് നടത്തിയതിനു ശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയുടെ അമ്മയോടായിരുന്നു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇയാൾ സന്ദേശം അയച്ചിരുന്നത്. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തിരുന്നത്. യുവതിയുടെ അക്കൗണ്ടിൽ നിന്ന് നിരവധി പ്രാവശ്യം പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ കൂടുതലും മാറ്റിയിട്ടുള്ളത്.